ഇറാൻ യുദ്ധം അവസാനിച്ച് ശാശ്വത സമാധാനത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും ചർച്ചകൾ എങ്ങുമെത്തുന്നില്ല. പ്രധാനമായും ഇറാന് അമേരിക്കയിലുള്ള അവിശ്വാസമാണ് ചർച്ചകൾ തടസ്സപ്പെടുത്തുന്നത്. ചർച്ചകൾ തുടങ്ങിയ ശേഷം ആക്രമിച്ച ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് ഫലവത്തായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന വിശ്വാസം ജനിപ്പിക്കുന്ന ചർച്ചയിൽ മാത്രമേ താൽപ്പര്യമുള്ളൂ എന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയുമായി ഒരു ധാരണയിലെത്തി അതിൽ ഒപ്പിട്ടു. വ്യവസ്ഥകൾ അനുകൂലം. ഈ ഘടകങ്ങൾ പരിഗണിച്ചാണ് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായത്. പക്ഷേ ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസം ജനിപ്പിക്കുന്ന നടപടികൾ വേണം എന്നാണ് ഇറാന്റെ ആവശ്യം. 2 ആഴ്ച മുൻപ് അമേരിക്കയുമായി ഒപ്പിട്ട ധാരണാപത്രത്തിലെ ചില വ്യവസ്ഥകൾ പാലിക്കാതെ ചർച്ചയ്ക്കില്ല എന്നാണ് ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും 5 വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതുവരെ അമേരിക്കയുമായി പുതിയ ചർച്ചകൾ നടത്തില്ല എന്ന് ഇറാൻ പറയുന്നു. ലെബനനിലെ യുദ്ധം അവസാനിപ്പിക്കുക, US നാവിക ഉപരോധം നീക്കുക, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാനിയൻ എണ്ണ കയറ്റുമതിക്കുള്ള ഇളവുകൾ നൽകുക, മരവിപ്പിച്ച ആസ്തികൾ വിട്ടയക്കുക. ഇത്രയൊക്കെയാണ് ആ വ്യവസ്ഥകൾ. ധാരണാപത്രത്തിലെ ഈ 5 കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തിടത്തോളം മറ്റു കാര്യങ്ങളുടെ നടപ്പാക്കൽ ആരംഭിക്കില്ല എന്ന് ഗാലിബാഫ് വ്യക്തമാക്കുന്നു. വ്യവസ്ഥകൾ പ്രകാരം ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ പരിശോധനകൾക്ക് അനുവദിക്കും. ശരിക്കും ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകളിൽ 12ഉം ഇറാന് അനുകൂലമാണ്. ആണവായുധവും ആണവ പരിശോധനയും മാത്രമാണ് ഇറാന് മേലുള്ള നിബന്ധനകൾ. ഈ 2 നിബന്ധനകൾ ഇറാനെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് ബാക്കി 12 വ്യവസ്ഥകളും ധാരണാപത്രത്തിൽ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ പറയുമ്പോൾ വെട്ടിലാകുന്നത് അമേരിക്കയാണ്. എല്ലാ വിട്ടുവീഴ്ചയും ചെയ്താണ് ഇറാനെ ചർച്ചയ്ക്ക് എത്തിച്ചത്. ഇറാൻ പുതിയ പിടിവാശികൾ ഉയർത്തി ചർച്ചയിൽ നിന്ന് പിന്മാറിയാൽ വീണ്ടും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അമേരിക്കയ്ക്ക്. ചുരുക്കത്തിൽ ഇറാന് മുന്നിൽ അടിയറവ് പറയുന്ന നടപടിയാകും ഇതെന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞർ പോലും ആശങ്കപ്പെടുന്നു. എന്നാൽ പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തികൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നും പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാലിബാഫ് പറയുന്നത് പ്രകാരം വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും ലെബനനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ലെബനൻ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനുമായി ഒരു സംയുക്ത സമിതി രൂപീകരിക്കാൻ ഇറാൻ, അമേരിക്ക, ലെബനൻ എന്നിവർ സമ്മതിച്ചിരുന്നു. ഇറാനും അമേരിക്കയും ഇതിനകം തന്നെ അവരുടെ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇറാൻ സംഭാഷണത്തിന്റെ പാത പിന്തുടരുന്നതിലാണ് താല്പര്യം കാണിക്കുന്നത് എന്ന് ഗാലിബാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാൻ അമേരിക്ക ചർച്ചകൾ ഖത്തറിൽ നടക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ദോഹയിൽ നടക്കുന്ന പുതിയ ചർച്ചകൾക്ക് മുൻപ് ഇറാൻ ആണവായുധം സ്വന്തമാക്കില്ല എന്ന് സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. നയതന്ത്രപരമായും സൈനികമായും US പുരോഗതി കൈവരിക്കുന്നുണ്ട്. ഇറാനെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ആണവ പദ്ധതിക്കെതിരായ സൈനിക നടപടിക്ക് ശേഷം അമേരിക്കയ്ക്ക് മേൽക്കൈ ലഭിച്ചുവെന്ന് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. എണ്ണവില ആഗോളമായി കുറയുന്നതും ഓഹരി വിപണി ലാഭത്തിലേക്ക് നീങ്ങുന്നതും അമേരിക്കയുടെ വിജയമാണ് എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം 18-നാണ് ഇറാനും അമേരിക്കയും മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇറാനിയൻ അമേരിക്കൻ പ്രതിനിധികൾ നടത്തിയ ഉന്നതതല കൂടിയാലോചനകൾക്ക് ശേഷം ജൂൺ 22-ന് സ്വിറ്റ്സർലാൻഡിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സാങ്കേതിക ചർച്ചകൾ ആരംഭിച്ചു. ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം യുദ്ധമുന്നണിയിൽ പ്രകടമായ മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നു. ഹോർമുസ് കടലിടുക്കിലെ സൈനിക ഏറ്റുമുട്ടലുകൾ നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും സമ്മതിച്ചതാണ്. നയതന്ത്രപരമായ മുന്നേറ്റമുണ്ടായിട്ടും സമുദ്ര അധികാരത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കുകയാണ് ലക്ഷ്യം. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നായ ഹോർമൂസിൽ ആർക്കാണ് അധികാരം എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും തുടരുകയാണ്. തങ്ങൾ നിഷ്കർഷിച്ച സമുദ്രപാതയിലൂടെ അല്ലാതെ സഞ്ചരിച്ച കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതും ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതും ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ തിരിച്ചടിച്ചതും സമാധാന ചർച്ചകളെ ബാധിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി ഭരണം സംബന്ധിച്ച് അമേരിക്കയും ഇറാനും കടുത്ത ഭിന്നതയിലാണ്. ധാരണാപത്രത്തിലെ വ്യവസ്ഥ പ്രകാരം ജലപാതയിലൂടെയുള്ള സമുദ്ര ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഇറാന് മാത്രമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആവർത്തിച്ചു പറയുന്നു. കരാറിന് വിരുദ്ധമായ ഏതെങ്കിലും ഇടപെടലോ ക്രമീകരണങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമോ സാഹചര്യം സങ്കീർണമാക്കും. കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് മാറ്റിവെക്കാനും ഇത് കാരണമാകുമെന്നും അരാക്ചി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നാണ് അമേരിക്കയുടെ വാദം.
ലോകത്തിലെ സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 സാധാരണയായി കടന്നുപോകുന്ന തന്ത്രപ്രധാന പോയിന്റാണ് ഹോർമൂസ്. കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതം അടുത്തിടെയുണ്ടായ ആക്രമണത്തിൽ താൽക്കാലികമായി തടസ്സപ്പെട്ടിരുന്നു. വാണിജ്യ ഷിപ്പിംഗ് പുനരാരംഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പതാകയുള്ള 10-12 കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫിൽ തന്നെയാണ്. നിരോധനം നീക്കിയെങ്കിലും കർശനമായ കപ്പൽ സുരക്ഷാ നടപടികൾ പാലിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾക്കും നാവികർക്കും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇറാനെതിരെ വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ദിവസങ്ങളിൽ ആലോചിച്ചിരുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാനുമായുള്ള ആണവ ചർച്ചകൾ ഉപേക്ഷിച്ച് പൂർണ്ണ തോതിലുള്ള സൈനിക നടപടിയിലേക്ക് മടങ്ങണോ എന്നതിനെ കുറിച്ച് ട്രംപ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നുമായും നിരവധി തവണ സംഭാഷണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്കിലും നയതന്ത്ര ചർച്ചകൾ തുടരാൻ തീരുമാനിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ ആക്രമണമോ ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാട്. ഇതിനിടയിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ പുതിയ നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനും ക്ഷണമുണ്ട്. ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്.